എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവലും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 250 ml കപ്പിൽ കറക്റ്റ് ഞാൻ 2 കപ്പ് അളവിൽ അവൽ അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെള്ള അവലോ അല്ലെങ്കിൽ മട്ടേരി കൊണ്ടുള്ള ഒരു അവലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു അവൽ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു അവൽ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ അവലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ഇതുപോലെ പൊട്ടുകടലയാണ് കേട്ടോ. നമ്മൾ സ്നാക്സ് പോലെ കഴിക്കുന്ന ഒരു കടലയില്ലേ, ആ ഒരു പൊട്ടുകടല ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു പൊട്ടുകടലയും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 250 ml കപ്പിൽ കറക്റ്റ് ഒരു കപ്പ് അളവിൽ തേങ്ങ അളന്നെടുത്ത് വെച്ചതാണ്. ആ ഒരു തേങ്ങ ചിരകിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണേ. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇത് നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം. തേങ്ങ ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് ആ ഒരു തേങ്ങ അങ്ങ് കരിഞ്ഞു പോകും. നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്ത് ഇത് അത്യാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിനൊന്ന് ആയി വന്നാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു മധുരം ഉണ്ട്. നിങ്ങൾക്ക് അത്രയും മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു ശർക്കരയിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഈ ഒരു ശർക്കരപ്പാനി ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ ശർക്കരപ്പാനി ഇവിടെ നിന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു അവലും തേങ്ങയൊക്കെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കണം കേട്ടോ. പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഫൈനായിട്ട് നല്ല നൈസായിട്ടല്ല പൊടിക്കേണ്ടത്. ചെറിയ ചെറിയ തരികൾ കാണുന്ന രീതിക്ക് വേണം കേട്ടോ. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഒരുപാടങ്ങ് നൈസാക്കി അങ്ങ് പൊടിക്കണ്ട. അപ്പം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു അവലും തേങ്ങയൊക്കെ ഈ ഒരു ശർക്കര പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 to 3 ടീസ്പൂൺ അളവിൽ ഇതുപോലെ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഇഷ്ടമുള്ള നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇതുപോലെ ഒരുപാട് തീരെ അങ്ങ് ചെറുതാക്കാതെ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പംകിൻ സീഡും കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാനാണ്. ഇത് കുറച്ചൊന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകമായിരിക്കണം. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് ഒരു പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നല്ലൊരു ചൂടങ്ങ് പോയി അത്യാവശ്യം നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകത്തിനുള്ള ചൂടായാൽ ആ ഒരു ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ ഇതുപോലെ എടുത്തിട്ട് നമ്മളൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഒരേ വലുപ്പത്തിൽ കിട്ടാൻ ഇതുപോലെ ഒരു സ്പൂണിലാക്കിയിട്ട് നമ്മളാക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരേ വലുപ്പത്തിൽ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ്ടിൽ ഇതുപോലെ നമ്മളൊന്ന് ഉരുട്ടിയിട്ട് എടുക്കുക. ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവലും തേങ്ങയും വെച്ചിട്ടുള്ള ഈ ഒരു ലഡു എല്ലാം തന്നെ ഇവിടെ ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.